തൊഴിലുറപ്പ് തൊഴിലാളികൾ ഓച്ചിറ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വേതന കുടിശ്ശിക നൽകുക, തൊഴിലുറപ്പ് മേഖലയ്ക്കായുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. NREG വർക്കേഴ്സ് യൂണിയൻ ഓച്ചിറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത്. NREG വർക്കേഴ്സ് യൂണിയൻ ഓച്ചിറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഓച്ചിറ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. തൊഴിലാളികളുടെ വേതന കുടിശ്ശിക വിതരണം ചെയ്യുക, തൊഴിലുറപ്പ് മേഖലയ്ക്കായുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തുക, തൊഴിൽ ദിനങ്ങളും വേതനവും വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. എത്രയും പെട്ടെന്ന് നൽകുക, എല്ലാ തൊഴിലാളികൾക്കും ബോണസ് അനുവദിക്കുക, തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്, NREG വർക്കേഴ്സ് യൂണിയൻ സിന്ദാബാദ്, പോസ്റ്റ് ഓഫീസ് മാർച്ച് സിന്ദാബാദ്. CPM കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം PB സത്യദേവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ തൊഴിൽ സംവിധാനം ഏത് തരത്തിലും തകർക്കുക എന്ന ലക്ഷ്യം അവർ പൂർത്തീകരിച്ചിരിക്കുന്നു. അവർ ജാഗ്രതമില്ലാത്ത ഒരു പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അല്ലെങ്കിൽ മഹാത്മാ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി, അല്ലെങ്കിൽ പലതരത്തിൽ കേരളത്തിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന തലത്തിൽ സംസ്ഥാനത്ത് തന്നെ ഇതിനെ അറിയപ്പെടുകയാണ്, ഗ്രാമ നഗര മേഖലകൾ. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നാം ആലോചിച്ച് നോക്കുക. ഈ ഗ്രാമപഞ്ചായത്ത് തന്നെ എല്ലാ വാർഡും എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ വർഷം 100 തൊഴിൽ ദിനങ്ങൾ ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ എണ്ണം കൂടുതലാണ്. പക്ഷേ ഈ ഓണം എടുത്തപ്പോൾ അത് 62, 52, 42 എന്ന തരത്തിലേക്ക് കഴിഞ്ഞ വർഷത്തെ തൊഴിൽ ദിനം മാറിക്കൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കും? കേന്ദ്ര സർക്കാർ കേരളത്തിനും എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിക്കൊണ്ടിരുന്ന ഇതിൻ്റെ വിഹിതം ഘട്ടഘട്ടമായി അവർ വെട്ടിച്ചുരുക്കൊണ്ടിരിക്കുന്നു. ആ ഘട്ടഘട്ടമായി വെട്ടിച്ചുരുക്കുന്നതിന് ഫലമായിട്ടാണ് ഈ 62ലേക്ക് നാം എത്തിയത് എന്ന് കണ്ടു. എന്താണ് ഈ സംഘടന കാലാകാലങ്ങളിലായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? തൊഴിൽ ദിനങ്ങൾ 200 വർദ്ധിപ്പിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ തൊഴിലിടങ്ങളിൽ നേരിടുന്ന വിഷയങ്ങൾ ഒട്ടനവധിയായ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് കുറേ പേരാണ് വന്നത്. അവർക്കാർക്കും മറ്റു കാര്യങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ട് എന്തോ അറിയില്ല, നമ്മളെല്ലാവരെയും വിളിച്ചതാണ്. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് അറിയാത്തത് കൊണ്ടാണ്. അതായത് ഓരോ തൊഴിലാളികളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തൊഴിൽ സ്ഥലങ്ങളിൽ, അതായത് ഈ സാങ്കേതിക വിദ്യ വളരുന്നതിനനുസരിച്ച് നമ്മുടെ തൊഴിലിലും, അതായത് മേറ്റുമാർക്കൊക്കെ ഇപ്പോൾ 720 രൂപ ശമ്പളം കൊടുത്തുകൊണ്ട് അവർക്ക് ആ 720 ഒരുപാട് ജോലികൾ A കബീർ, K സുഭാഷ്, ബാബു കൊപ്പാറ, A അജ്മൽ, സുൽഫിയ ഷെറീൻ, സരസ്വതി പട്ടത്തിൽ, അനിജ, സന്തോഷാനേത്ത, സുരേഷ് ചങ്ങൻകുളങ്ങര, സിന്ധു മഹേഷ്, വിജയ കമൽ, ലത, എൽസുകുമാരി, സീനത്ത് എന്നിവർ പങ്കെടുത്തു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്ന ആ തൊഴിലുമായി ബന്ധപ്പെട്ട് അതിലേക്ക് ഫണ്ട് നീക്കി വെക്കുന്നില്ല. ഇന്ത്യയിലെ ധനവകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമൻ നല്ല സാരിയെല്ലാം ഉടുത്ത് നാം കണ്ടിട്ടുണ്ട്. ബഡ്ജറ്റിന്റെ പിറ്റേ ദിവസവും വന്ന് ടെലിവിഷൻ ചാനലിലാണ് കണ്ടിട്ടുണ്ട്. തഞ്ചാവൂരിൽ നേരെടുക്കുന്ന നല്ല സുന്ദരമായ സാരി ഉടുത്ത് കയ്യിലൊരു ബാഗുമായി വന്ന് പാർലമെന്റിനകത്ത് ഇന്ത്യയുടെ ഈ പറയപ്പെടുന്ന ധനവുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റ് പാസാക്കുമ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യന് ആവശ്യമായ ഒരു ഇളവും പ്രഖ്യാപിക്കുന്നില്ല. അവിടെ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയിലെ ഡാൽമയായും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ വലിയ കുത്തക മുതലാളിമാരുണ്ട്. അവരുടെ നികുതി കുടിശ്ശിക എഴുതി തള്ളുക എന്നുള്ളതാണ് അവർ തീരുമാനിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.